ഇത്തക്ക് ഒരു അസുഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ബ്രെയിൻ ട്യൂമർ അല്ലേ? ല്ല ഡോളോ ഇടക്കിടക്ക് ഇങ്ങനെ ദിവസം 2-3 ഡോളാണ്. ഞാൻ പറഞ്ഞു കുടിച്ചണ്ട, കിഡ്നി വരെ പോണ കാര്യമാണ്. വേദന സഹിക്കണ നമ്മളാണല്ലോ. ഞാൻ കുറെ പിടിച്ചു നിൽക്കും. എണീക്കുമ്പോ വേദന, ഇരിക്കുമ്പോ വേദന. ആ ടൈമിലൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. ലൈഫിൽ ഇപ്പം ഈ കാണുന്ന സന്തോഷത്തിനേക്കാളും വലിയൊരു വേദന നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാല് തിരിച്ചു കിട്ടുമോന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. എന്നോട് പറഞ്ഞത് നീരുണ്ട് എന്നാ പറഞ്ഞത്. അത് ബ്രെയിൻ ട്യൂമർ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല, എന്റെ ഉമ്മാക്കും അറിയില്ലായിരുന്നു. അന്ന് ഞാൻ ഒന്നുമില്ലാതെ രക്ഷപ്പെട്ട പോലെ ഇനി ചിലപ്പോ ഒരു സർജറി കഴിഞ്ഞാൽ രക്ഷപ്പെടണമെന്നില്ല. ഞാൻ മരിച്ചാലും ഇജ്ജ് മരിച്ചൂല. കാരണം 15-ാം വയസ്സിൽ ഇഞ്ചപ്പം വന്നല്ലേ. ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ എണ്ണ ഇല്ലെങ്കിൽ നമ്മളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്. എന്നൊരു മൂട്ടാക്കിട്ട് പിടിച്ച് ഒരു പെൺകുട്ടി ഇങ്ങനെ കുഞ്ഞാക്കോ നിങ്ങൾ അറിയോ ചോദിച്ചു. അപ്പൊ ഈ കുട്ടിയുടെ ചെറിയും കൂടി കയ്യും കൂടി കൊണ്ട് ഇവിടെ സെയിം അസുഖം. എന്നിട്ട് ഇവിടെ കുട്ടിയുടെ കയ്യിൽ ബലൂണാണ്. ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചാൽ വേണ്ടി കൊടുത്തത്. എന്റെ അവസ്ഥ ഇങ്ങനെ ജസിത്താത്താക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ണ് കാണൂല. അടിയേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവൾക്ക് കണ്ണ് കാണൂല. ഇവിടെ സ്ട്രൈറ്റ് നോക്കണം. പിന്നെ ഇവിടെ കണ്ണ് പെട്ടെന്ന് കണ്ണാവും. ബെഡിൽ കിടന്ന് നിങ്ങളെ നിക്കുകയാണെങ്കിൽ നിങ്ങളെ നോക്കുമ്പോ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ഇത്രയും വലിയ രോഗം വെച്ചാണ്ട് എങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കാൻ കഴിച്ചു നിൽക്കുക. നമ്മളെ വേദനയും കാര്യങ്ങളും നമ്മളെ മനസ്സിൽ അത് പുറത്തായിട്ട് ഞാൻ ഇങ്ങനെ സങ്കടത്തിലാണ് നിങ്ങൾ ഇതാക്കി അങ്ങനെ പറയേണ്ട നമുക്ക് ആവശ്യമില്ലല്ലോ. ഓൻ വീഡിയോ ചെയ്യണം അവൻ്റെ പെണ്ണുങ്ങളെ ക്യാൻസർ മാറാനും അവൻ്റെ പെണ്ണുങ്ങൾക്ക് സന്തോഷം കിട്ടാനുമാണ് എന്ന് പറഞ്ഞാണ്ട് ഒരുപാട് കമന്റ്. ഇന്നലത്തെ വരെ വീഡിയോയില് ഞങ്ങൾക്ക് ആ കമന്റ് തന്നിട്ട് എൻ്റെ പെണ്ണുങ്ങളെ ക്യാൻസർ മാറാനൊക്കെ അരച്ച് വീഡിയോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ പറയണ ഈ അവസ്ഥ ശരിക്കും അനുഭവിച്ചണം. ഇക്ക ഈ ഒരു ബഹളം ഇതൊക്കെ മാത്രമല്ല, ആളൊരു സാധുവാണെന്ന് തോന്നുന്നുണ്ടല്ലേ. എനിക്ക് എന്റെ കുഞ്ഞാൻ ആരെന്ത് പറയണതും ഇഷ്ടമല്ല. കുഞ്ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാൻ മറക്കും. പക്ഷെ ഞാൻ മറക്കൂല. എന്നെ പറഞ്ഞേറെ വിഷമാണ് എനിക്ക് കുഞ്ഞാനെ പറയണത്. അയ്യോ കരഞ്ഞിട്ടൊന്നുമില്ല. ഒരു രോഗിക്ക് ഇത്ര പൈസ വേണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് മലപ്പുറത്ത്. അവിടെ ഒരു അപകടം വന്നിട്ട് ആ അപകടത്തേക്ക് ഏറ്റവും കൂടുതൽ മണ്ടിപ്പാൻ എത്തുന്നത് ഞങ്ങളെ മലപ്പുറത്താരാണ്. പക്ഷെ മലപ്പുറത്താർ അടക്കം ഇങ്ങനെ നന്നാക്കി പറയും ഇതല്ല മലപ്പുറം ഭാഷ എന്ന് പറഞ്ഞാണ്ട്. എല്ലാ ജില്ലക്കും ഓരോ ഭാഷ ഉണ്ട്. അതേമാതിരി മലപ്പുറത്തിനും ഉണ്ട് ഭാഷ. ഇച്ച് കച്ച് പച്ച് കുച്ച് നെച്ച് പച്ച്. എനിക്കത് അറിയില്ല കേട്ടോ. ഞാനിവിടെ കൊറേ മലപ്പുറം ഭാഷ പഠിച്ചിരിക്കുന്നു. ക്ലാസ്സാ നമ്മള് ഇങ്ങനെ എല്ലായിട്ടും പറഞ്ഞു മടുത്ത്. ഈ എന്തരപ്പിന്ന് കാരാ പറയുന്നത് എനിക്കറിയത്തില്ല. നമ്മള് കാണുമ്പൊക്കെ ചോദിക്കും എന്നോട് എന്തരപ്പി പറയുന്ന ആൾക്കാരല്ലേ. പക്ഷെ ഞങ്ങൾ എന്തരപ്പി പറയുന്ന ആൾക്കാരല്ല. അത് നല്ലതാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കമന്റ് നിങ്ങൾ പറയണപ്പോ ഞാനാ പറഞ്ഞ എന്താ ബാക്കിയുള്ള ജില്ലക്കാര് പൊട്ടന്മാരാണ്. പക്ഷെ ഒരു എന്തേലും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടി പാനെത്താനും കുറെ പൈസ ഇറക്കാനും ഞങ്ങൾ മലപ്പുറത്ത് തന്നെയാണ് മുന്നില്. അത് ഞങ്ങൾ ആർക്കും മുട്ട് തരൂല. ഈ മലപ്പുറത്തുള്ള ആൾക്കാർക്ക് കുറച്ച് ലേശം സ്നേഹം കൂടുതലാണെന്ന്. മലപ്പുറം സ്നേഹം കൊണ്ട് മൂടുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കണ സൽക്കാരപ്രിയരാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വീട്ടില് വന്നു കഴിഞ്ഞാൽ ഒത്തിരി അല്ലേ നന്നായിട്ട് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാല് വീട്ടിൽ വരുന്ന ഒരാളാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മലപ്പുറത്തിനെ കുറിച്ചാണ് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞത്. എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ആദ്യം ഇപ്പൊ ഒരു രോഗിക്ക് ഇത്ര പൈസ വേണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് മലപ്പുറത്ത്. ഏറ്റവും കൂടുതൽ അവിടെ ഒരു അപകടം വന്നിട്ട് ആ അപകടത്തേക്ക് ഏറ്റവും കൂടുതൽ മണ്ടിപ്പാൻ എത്തുന്നത് ഞങ്ങളെ മലപ്പുറത്താരാണ്. എന്ത് പ്രശ്നത്തിനും മലപ്പുറത്താരാക്കാരൻ ഫസ്റ്റ് എത്തുക. പക്ഷെ മലപ്പുറത്താർ അടക്കം ഇങ്ങനെ നന്നാക്കി പറയും ഇതല്ല മലപ്പുറം ഭാഷ എന്ന് പറഞ്ഞാണ്ട്. ശരിക്കുള്ള വർത്താനത്തൊക്കെ തന്നെയാണ്. ഇപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് ആയി കണ്ടെങ്കിൽ സംസാരിച്ചത്. ഇപ്പൊ ഒന്നും വേണ്ട, മലപ്പുറത്തിന് ഇജ്ജ് കജ്ജ് പജ്ജ്.
തൃശ്ശൂരിനൊരു ഭാഷ ഉണ്ട്, എന്നിട്ട് പോയേ ഗഡി എറാണ്ട് അങ്ങനെ ഭാഷ ഉണ്ട്. തിരുവനന്തപുരത്തിന് എന്താ പി അറാണ്ട് എല്ലാരും ഭാഷ ഉണ്ട്. കാസർഗോഡിന് ഇച്ചാ ഭാഷ ഉണ്ട്. കണ്ണൂരിന് അതേപോലെ എല്ലാ ജില്ലക്കും അതിൻ്റെതായിട്ടുള്ള ഭാഷ ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഇല്ലാന്നോ? എല്ലാ ജില്ലക്കും ഓരോ ഭാഷ ഉണ്ട്. അതേമാതിരി മലപ്പുറത്തിനും ഉണ്ട് ഭാഷ. ഇച്ച് കച്ച് പച്ച് കുച്ച് നെച്ച് പച്ച് എന്തൊക്കെ എന്താ എനിക്കത് അറിയില്ല കേട്ടോ. ഇഞ്ച് കുജ് എന്തുവാ കുഴി കുഴി അയ്യോ അങ്ങനെയൊക്കെ പറയും. പജ്ജ് പശു 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 നെജ്ജ് ഭയങ്കര ഡിഫറെന്റ് അല്ലേ? നെജ്ജ് ക്ലാസ്സാ. നെയ്യോ നെജ്ജ്. വടക്കണി വടക്കിനി മീൻസ് അടുക്കള അതെനിക്കറിയാം. കുടുക്ക കുടുക്ക മീൻസ് കുടുക്കാതെ തന്നെ നമ്മള് പറയുന്നത് കുടുക്ക. പിന്നെ എന്തൊക്കെ നമ്മളെ മലപ്പുറത്തെ സാധനങ്ങൾ പോലെ പറയാം. പിന്നെ തലക്കിണി. തലക്കിടി മീൻസ് തലയണ. പൊതപ്പ്. പൊതപ്പ് മീൻസ് നമ്മളെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അല്ല കഴിക്കണ്ട കട കണ്ണു പറ്റാക്കില്ല. ശരിയാട്ടോ, ഭയങ്കര ഡിഫറെന്റ് ഉണ്ട് എനിക്ക് ശരിക്കും. ഭയങ്കര അല്ലേ, ഭയങ്കര മനസ്സിലാവണില്ല. ഇല്ല പക്ഷെ നിങ്ങളെ നാട്ടില് ഭാഷക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ തിരുവനന്തപുരമാണ്. പക്ഷെ ഞാൻ നമ്മള് ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞു മടുത്തു. ഈ എന്തരപ്പിന്നൊക്കെ ആരാ പറയുന്നത് എനിക്കറിയത്തില്ല. നമ്മള് കാണുമ്പൊക്കെ ചോദിക്കും എന്നോട് എന്തരപ്പി പറയുന്ന ആൾക്കാരല്ലേ. പക്ഷെ ഞങ്ങൾ എന്തരപ്പി പറയുന്ന ആൾക്കാരല്ല. എന്തിനെന്ന് പറയാറുണ്ട്, പക്ഷെ എന്തരപ്പി സ്നേഹത്തോട് പറയുന്നത് അത് ശരിക്കും ആണ്. അതിനെയാണ് ഇങ്ങനെ ട്രോളുന്നത്. എന്ത് കഷ്ടാന്ന് നോക്കി. ട്രോളല്ല, അത് നല്ലതാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. വേറെയുള്ള ജില്ലക്കാരെ ഭാഷക്ക് കാസർഗോഡൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാസർഗോഡ് ഏറ്റവും രസമുള്ള ഭാഷയാണ് നമ്മളെ കാസർഗോഡ്. പക്ഷെ എനിക്ക് ചിലതൊക്കെ ഞാൻ മനസ്സിലാവാതെ നിക്കലുണ്ട്. എനിക്ക് പിന്നെ ഒന്നും മനസ്സിലാവില്ലെങ്കിലും കേൾക്കാൻ ഇഷ്ടട്ടോ. പിടിച്ച് പരിപാടിക്കാര് പെണ്ണ് നമ്മളൊരു വീഡിയോ സ്കൂളൊന്നും പോവാത്തോലെ പറഞ്ഞിട്ടൊരു നല്ല രസമാണ് അവരുടെ ഒരു കാസർഗോഡ് സ്നേഹിച്ച ആൾക്കാരാണ് എന്ന് അങ്ങനത്തെ ടീമാട്ടോ. അത് ഞങ്ങള് മലപ്പുറം അങ്ങനെ തന്നെയാണ്. അതെ, എല്ലാ ജില്ലക്കാർക്കും ഇപ്പൊ ഇതിനടിയിൽ എന്തൊക്കെ കമന്റ് വരുമെന്ന് എനിക്കറിയില്ല. ഇതിന് വരുന്ന കമന്റ് നിങ്ങൾ പറയണപ്പോ ഞാനാ പറഞ്ഞ എന്താ ബാക്കിയുള്ള ജില്ലക്കാര് പൊട്ടന്മാരാണ്. എല്ലാ ജില്ലക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്, പിന്നെ ഭാഷ ഉണ്ട്, സ്റ്റൈലുണ്ട്. പക്ഷെ ഒരു എന്തേലും വന്നു കഴിഞ്ഞാ ഫസ്റ്റ് വണ്ടി പാനെത്താനും കുറെ പൈസ ഇറക്കാനും ഞങ്ങൾ മലപ്പുറത്താരനെയാണ് മുന്നില്. ഞങ്ങൾ ആർക്കും മുട്ട് തരൂല. അയ്യോ അതെ, ഞാനത് സമ്മതിക്കുന്നു. വേറെ വഴിയിൽ സമ്മതിക്കാം. അല്ല, അത് പൊതുവെ എല്ലാരും പറയണതാ, എല്ലാ ജില്ലക്കാരും പറയണത് തന്നെയാണല്ലോ. മലപ്പുറം ജില്ല കുറച്ച് സ്നേഹം കൂടുതലാണ്. പന്ത് കളിയില് മലപ്പുറം അറിയപ്പെടുന്നത് നമ്മുടെ മലപ്പുറമാണ് അല്ലേ? പിന്നെ പന്തളി നമ്മളെ മലപ്പുറത്തെ മെയിൻ അല്ലേ. ഒരു ഏത് പറമ്പിലും പിന്നെ തൊടൂരും ഉണ്ടാവും. 4 കുട്ടികള് 2 തൂണും വെച്ചുകൊണ്ട് അവിടെ കളിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടല്ലോ. ഇത്താ, ഞാൻ ഓപ്പൺലി ചോദിക്കാണ്, ഇത്തക്ക് ഒരു അസുഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ബ്രെയിൻ ട്യൂമർ അല്ലേ? ശരിക്കും അത് അറിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്? 15 വർഷമായി. 15 വർഷമായിട്ടുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ്? 15 വർഷം മുന്നേ സർജറി കഴിഞ്ഞതാണ്. ആണ്. ഇപ്പോഴും ഞാൻ ഡെയിലി എന്ന് പറയുമ്പോ ഡോളോ അയച്ചിട്ടാണ് ഞാൻ പോണത്. ഈ കളി ചിരിയൊന്നല്ല, ഡോളോ ഇടക്കിടക്ക് വീഡിയോയിലിടുമ്പോ ഞാൻ പണ്ട് ഇവിടെ ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മള് അത് ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തത്. കാരണം ഞങ്ങള് ചികിത്സിച്ച ഡോക്ടർ ഇതാണെന്ന് പറഞ്ഞാണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഒരുപാട് കമന്റ് നമുക്ക് വന്നു. ക്യാൻസർ ഓൻ വീഡിയോ ചെയ്യണവൻ്റെ പെണ്ണുങ്ങളെ ക്യാൻസർ മാറാനും അവൻ്റെ പെണ്ണുങ്ങൾക്ക് സന്തോഷം കിട്ടാനുമാണ് എന്ന് പറഞ്ഞാണ്ട് ഒരുപാട് കമന്റ്. ഇന്നത്തെ വരെ വീഡിയോയില് ഞങ്ങൾക്ക് ആ കമന്റ് തന്നിട്ട് എൻ്റെ പെണ്ണുങ്ങളെ ക്യാൻസർ മാറാനൊക്കെ അരച്ച് വീഡിയോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ പറയണ ഈ അവസ്ഥ ശരിക്കും അനുഭവിക്കണം. കാരണം ഞാൻ ഇവളായിട്ട് നടക്കണ്, അല്ലാതെ അത് പറഞ്ഞാൽ നല്ല ഡോക്ടർ അവിടെ ഉണ്ട് പോയി നോക്കിന്ന് പറഞ്ഞാണ്ടാണ് ചിലപ്പോ ഈ എന്താ ചെന്നിക്കുത്തോ അങ്ങനെ അല്ല, ഓൾക്ക് മൈഗ്രെയിൻ അല്ല. അങ്ങനെ ഞങ്ങള് പോയിരുന്നു. ഞങ്ങള് ടെസ്റ്റ് ചെയ്തിക്കണ്.
ഞങ്ങള് ഓരോരുത്തർ അവിടെ ഉണ്ടെന്ന് പറയുമ്പോ അങ്ങോട്ട് എന്നുവെച്ചാൽ പോയപ്പോ കുട്ടി റിച്ചുല്ലേ, റിച്ചുവിന് 10ാം മാസത്തിലാണ് ഇവള് ഈ രോഗം അറിഞ്ഞത്. ഞാൻ അന്ന് എല്ലുംവണ്ടിയിൽ ഡ്രൈവറായിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ അടിയില് ഓടിട്ട വീട്ടിൽ ഇന്ന് താമസം. ഞാൻ വന്നപ്പോ ഉണ്ട് ലോറിയിൽ നിന്ന് വന്നപ്പോ ഉണ്ട് ഇവള് തല പൊട്ടിയാണ്ട് ഇങ്ങനെ ഇരിക്കണ ഇവിടെ കരുത്. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ നിസ്കരിച്ചപ്പോ ഇവിടെ സുജൂത് പോയപ്പോ അങ്ങോട്ട് വീണിക്കണം, തല മിഞ്ഞി കൊടുക്കുകയാണ്. അങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം തന്നെ നമ്മളെ പെരിന്തൽമണ്ണ അൽഷിഫ നമ്മളെ പ്രവീൺ ഡോക്ടർ ഇത് കാണാൻ അവർക്കല്ല ആദ്യം പോയത്. അല്ല, ഞങ്ങൾ ആദ്യമൊക്കെ എനിക്ക് അതിന് മുന്നേ തന്നെ തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഗുളിക ഇങ്ങനെ കഴിക്കുന്നല്ലാതെ ഏതാണ് നമ്മൾ ശരിക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയായിരുന്നു എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. കാരണം അത്രയും വേദന വരുമ്പോ നമുക്കറിയാലോ. പിന്നെ എണീക്കുമ്പോ വേദന, ഇരിക്കുമ്പോ വേദന, ആ ടൈമിലൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. അങ്ങനെ അറിയായിരുന്നു എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. പക്ഷെ ഞാൻ ഡോക്ടറോട് ഞാൻ പറയുന്നല്ലാതെ ഡോക്ടർ അത് വലിയ കാര്യമാക്കൂലായിരുന്നു. ഞാന് ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു എനിക്ക് എന്തോ ഒരു എക്സ്റെങ്കിലും എടുത്ത് നോക്കണം എന്ന് ഞാന് ഡോക്ടറോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കുമ്പോ അതിൽ കുഴപ്പമൊന്നും കണ്ടില്ല. എന്നോട് ചെല്ലാൻ പറഞ്ഞു. അല്ല അത് ഈ മഞ്ചേരിത്തെ ഡോക്ടർ, അതിൽ കുഴപ്പമൊന്നും കണ്ടില്ല. പിന്നെയാണ് ഞാൻ ഈ വീണത്. കൊറേ ശേഷമാണ് പിന്നെ ഡോക്ടർ കണ്ടുപിടിച്ചത്. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അൽഷിഫി പോയത്. ഇവിടുന്ന് വീണ് സ്റ്റിച്ച് ഇവിടുത്തെ അടുത്തുനിന്ന് സ്റ്റിച്ചൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ. പിന്നെ ഞങ്ങൾ അൽഷിഫി പോയിട്ടാണ് സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് ഈ തലമിന്നലൊന്നും മാറണില്ല. പിന്നെ എനിക്ക് കണ്ണൊക്കെ ഇരുട്ടടക്കാൻ തുടങ്ങി, കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ട് ഏകദേശം ലാസ്റ്റ് ഘട്ടത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പത്തിന്. കാരണം കുറെ ആയിട്ട് വേദന ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട്. 17 വയസ്സായിട്ടുള്ളൂ. നമ്മളെ റിച്ചുവിന് 10ാം മാസം മുല കുടിച്ചാണ്. റിച്ചുവിന് ആ 10 മാസം വരെ ഉള്ളൂ മുലകൂടി കിട്ടിയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോ പ്രവീൺ ഡോക്ടർ എന്നോട് പറഞ്ഞു പിന്നെ ഇവരില്ലാതെ ഇജ്ജൊന്ന് മാത്രം കട്ട് വാവട്ടോ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ ഒരു അസുഖമാണ്, അത് ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു. അപ്പൊ ഞാൻ ഇവളോട് വന്നപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞു വെച്ചപ്പോൾ അതെന്തോ ഒന്ന് പറഞ്ഞു വെച്ചോ, അല്ലാതെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പോളെ ഞാൻ അറിഞ്ഞാണ്ട് ഇതാക്കണ്ടെന്നില്ല ഇതിന്. അങ്ങനെ MES കൊണ്ടുപോയി. MES കൊണ്ടുപോയപ്പോഴും ഇതേ ഇതാ പറയണേ. പിന്നെ വേറെ ഇവിടെ അൽമാസ് പോയി, ഇവിടുന്ന് ഇതന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ഈ കണ്ടുപിടിച്ച ഡോക്ടറെ അടുത്ത് പ്രവീൺ സാറിന്റെ അടുത്ത് തന്നെ പോയി. അങ്ങനെ പോയാണ്ട് ഇവര് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂല കേട്ടോ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് കോഴിക്കോട് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് ലെറ്റർ എന്ന അവിടുത്തെ ജേക്കബ് ആലപ്പാട് പറഞ്ഞ സാറാണ് ഇത് പിന്നെ ഇവിടെ നോക്കിയത്. അങ്ങനെ നോക്കിയാണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്ത് നിർബന്ധമാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് എല്ലാവരും ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാല് തിരിച്ചു കിട്ടുമോന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. മർമ്മല്ല, ഒരു മനുഷ്യന്റെ ഈ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല. ഏത് ഈ ഭാഗത്ത് ഇവിടെ നടക്കുന്നത്. അങ്ങനെ പല പിന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ 10 ദിവസം നിന്നിക്കണല്ലേ. അങ്ങനെ ഇവിടെ ഈ ഓടില്ലേ, ഈ ഓട് കംപ്ലീറ്റ് മൊട്ടടിച്ചിരിക്കുന്നു. പിന്നെ പൈപ്പ് ഇട്ടിട്ട് ഉടച്ച് കളഞ്ഞ് വലിച്ചെടുത്തുക. കാരണം ഈ ഭാഗത്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്തിട്ട് അതിലാണ് മൊട്ടടിച്ചേക്കാറ്. നിങ്ങൾ ഇനി എവിടേക്കും കൊണ്ടുപോകലോ ചോദിച്ചു. നാളെ ഓപ്പറേഷനാണ്. ഇജ്ജ് വാവടി മൊട്ടടിച്ച ഓളായിട്ട് നേരെ കോഴിക്കോട് പോയിങ്ങാണ്ട് ആ ബീച്ചിൽ പോയിങ്ങാണ്ട് പിന്നെ അവിടെ ഉണ്ട് കോഴിക്കോട്ടത്തെ ഒരു സ്പെഷ്യലാണ് മറ്റേ ഗ്രീൻ പീസും മുട്ടിയും ആ കക്കി അതൊക്കെ വാങ്ങിക്കൊടുത്ത് പിറ്റേന്ന് ഓപ്പറേഷൻ. അതിലെ ഡോക്ടർമാര് ഈ പെണ്ണിനിട്ട് എന്തിനാ പുറത്തു പോയത് പറഞ്ഞു. കാരണം അത്രയും ഇഞ്ചക്ഷനോളെ ചെയ്തിക്കണം. ഞമ്മക്കിത് അറിയില്ല. ഓളിഞ്ഞോട് കൊണ്ടുപോരാറിനപ്പോ പിന്നെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ്? മുടി അല്ലേ? മുടി കാണൂലെങ്കിലും ആ മുടി ഒരു പെണ്ണിന് ഇതാണ്. മൊട്ടടിച്ച കഴിഞ്ഞാൽ പെണ്ണിന്റെ രൂപം തന്നെ മാറിയല്ലോ, മാറൂലേ? ആ അങ്ങനെ ഇവൾക്ക് പിന്നെ ആ ഒരു ഇതിന് ശേഷം പിറ്റേന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവളൊപ്പം ഓപ്പറേഷൻ ചെയ്ത 2 ആൾക്കാർ സ്പോട്ടിൽ മരിച്ചു. അന്നൊന്നും ടെൻഷനില്ലായിരുന്നു. കാരണം അതിനുള്ള ബുദ്ധിയുള്ളായിരുന്നു. 17ാമത്തെ വയസ്സല്ലേ, അത്രേ ഉള്ളൂ. പക്ഷെ ഇതാദ്യം ബ്രെയിൻ ട്യൂമറാന്ന് പറഞ്ഞിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മൊട്ടടിച്ചപ്പോ എന്താ എന്നോട് പറഞ്ഞത് നീരുണ്ട് എന്നാ പറഞ്ഞത്. തലയില് നീരുണ്ട് എന്നാ പറഞ്ഞത്. അത് കുത്തിയെടുക്കണം എന്നാണ്. അല്ലാതെ ബ്രെയിൻ ട്യൂമർ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല, എന്റെ ഉമ്മാക്കും അറിയില്ലായിരുന്നു. ബാക്കി എല്ലാവർക്കും അറിയാം, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു വാർഡാണല്ലോ. ഈ വാർഡില് കോഴിക്കോട് വാർഡില് ഇതൊക്കെയുണ്ട്. ഫുള്ള് ബ്രെയിൻ ട്യൂമറിന്റെ പേഷ്യന്റ് ഒക്കെ ഒരു വാർഡിലാക്കാരം. അങ്ങനെ
അന്ന് 4-5 ആൾക്കാർ ഓപ്പറേഷനില്. അന്നൊരു താത്ത ഉണ്ടായിരുന്നു കേട്ടോ. താത്ത ഞാൻ ഇവിടെ അങ്ങനെ ഇരിക്കും, എജ്ജ് മാത്രമുള്ളല്ലോ പെണ്ണെട്ടിട്ട് ഓളത്ത് ഇങ്ങനെ ഇരിക്കണ്, അത് പറയേ. അപ്പൊ ഇവിടെ അങ്ങനെയാണ് ആ താത്തയാണ് മരിച്ചതൊന്ന്. ഒന്ന് വേറെ ഒരു ചേച്ചി. ഇതൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ വന്ന് പിന്നെ ഇവൾക്ക് കണ്ണ് കാണൂല, അടിയേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവൾക്ക് കണ്ണ് കാണൂല. ഇവിടെ സ്ട്രൈറ്റ് നോക്കണം, സ്ട്രൈറ്റ് ഇവൾക്ക് നോക്കാൻ കഴിയുക. പിന്നെ ഇവിടെ കണ്ണ് പെട്ടെന്ന് കോങ്ങണ്ണാവും. അതിപ്പോഴോ ഇവളിപ്പോ ബെഡിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡിൽ കിടന്ന് നിങ്ങള് നിക്കുകയാണെങ്കിൽ നിങ്ങളെ നോക്കുമ്പോ അങ്ങോട്ടും അങ്ങോട്ടും ആവും. ഇങ്ങനെ ഇരിക്കുമ്പോ കറക്റ്റ് ആക്കാരം. അങ്ങനെ പിന്നെ ഞങ്ങള് ഇപ്പോഴും നിങ്ങക്ക് ആ ഒരു ഇതിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണത്. ഡെയിലി ഇങ്ങനെ ഡോളോ വെച്ചാണ്ട് ദിവസം 2-3 ഡോളാണ്. ഞാൻ പറഞ്ഞു കുടിച്ചണ്ട, കിഡ്നി വരെ പോണ കാര്യമാണ്. ഡോളർ അത്രയും ഡേഞ്ചർ സാധനം. പക്ഷെ ഒരു പറയുന്നുണ്ട് നമ്മ വേദന സഹിക്കണ നമ്മളാണല്ലോ. ഞാൻ കൊറേ പിടിച്ചു നിക്കും. ഇന്ന് നാളെ രാവിലെ ഞങ്ങള് കോയമ്പത്തൂര് ഏതാണ് ഹോസ്പിറ്റലിന്റെ പേരൊന്നും എനിക്കറിയില്ല, വേറെ ആരോ പറഞ്ഞിട്ട് പോലും ഞങ്ങളെ കൂടെ പോരുന്നൊക്കെ ഉണ്ട്. നമ്മളെ സ്നേഹിക്കണ കോഴിക്കോട്ടത്തെ ഒരു ചെക്കനാണ്. ഞങ്ങൾ ഇന്നലെ സത്യം പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി കോഴിക്കോട് പോയിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ സംസാര വിഷയം ഉണ്ടായപ്പോ ഒരു സുഹൃത്തിന്റെ ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മളത്രയും സ്നേഹിക്കണ ഒരു ചെക്കനാണ്, സോലി അല്ലേ. ഓൻ പറഞ്ഞു ഞാൻ പോരാ നിങ്ങളപ്പം കോഴിക്കോട്ടേക്ക്, ആ ഡോക്ടറെ ഒന്ന് പോരാം. അല്ല കോയമ്പത്തൂർക്ക് ഇനി രാവിലെ 7 മണിക്ക് അവിടെ എത്തണം. അപ്പൊ ചുരുങ്ങിയ 2 മണിക്കൂർ ഇവിടുന്ന് 2 മണിക്ക് നമ്മള് പോകേണ്ടി വരും. കോയമ്പത്തൂർ എത്തുന്നുണ്ട്, അത് രാവിലെയാണ് പോണത്. പിന്നെ ഇതിന് ശരിക്കും പറഞ്ഞാല് മരുന്നില്ല. ഈ ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞ അസുഖത്തിന് സർജറി അല്ലാതെ മരുന്നില്ല. ഈ സർജറിക്ക് ഞാൻ തയ്യാറല്ല. അന്ന് ഞാൻ തയ്യാറായിരുന്നു, കാരണം എനിക്ക് അന്ന് അതിനുള്ള ബുദ്ധിയുള്ളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. സർജറി കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ലേ ബ്രെയിൻ ട്യൂമർ ആണെന്ന്? അപ്പം എന്താ പറഞ്ഞത്? അപ്പൊ തന്നെ ടെൻഷനാണ് ഞാൻ. പക്ഷെ ടെൻഷൻ പറഞ്ഞാല് ആ ടൈമിൽ കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ഞാൻ ഒന്നുമില്ലാതെ രക്ഷപ്പെട്ട പോലെ ഇനി ചിലപ്പോ ഒരു സർജറി കഴിഞ്ഞാൽ രക്ഷപ്പെടണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന് തയ്യാറല്ലാത്തത്. അപ്പൊ ഞങ്ങളിപ്പോ എവിടെയെങ്കിലും ഒരു ഡോക്ടർ ഉണ്ട് അങ്ങനെ പറയുമ്പോ ഞങ്ങള് ഏത് ഡോക്ടർ ആണെങ്കിലും ഞങ്ങൾ അവിടെ എത്തിപ്പെടും, അങ്ങോട്ട് പോയി നോക്കും. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് ആൾക്കാര് പറയുമായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഞങ്ങളുടെ അടുത്ത് വന്നത് അങ്ങനെ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കോളുകൾ, അവിടെ ഡോക്ടർ ഉണ്ട്, ഇവിടെ ഡോക്ടർ ഉണ്ട്, അങ്ങോട്ട് പോയി ഞങ്ങള് പോരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളിപ്പം വന്നിട്ടുണ്ടോ. അപ്പോ ഇവര് അന്ന് പറഞ്ഞു ഇതൊക്കെ റീച്ചിനും വേണ്ടിയാണ്ട്, റീച്ചിനും വേണ്ടിയാണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇരുന്നപ്പോ ഞാൻ ഒരാൾക്ക് 2-3 വട്ടം ഞാൻ കോൾ ചെയ്തു. മൂപ്പര് ഒരു ഹോസ്പിറ്റലിൽ കൂട്ടുകയാണെങ്കിൽ റിസൾട്ട് വാങ്ങാനാണ് നിങ്ങളോട് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അതാണ്. അതിൽ ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജേക്കബ് സാറെ കാണാൻ വേണ്ടിയാണ്ട് പോവുകയാണ്. കോഴിക്കോട് തൊണ്ടയാട് മൂപ്പരെ വീട്ടിലേക്കാണ് പോകണം. പേര് പോയപ്പോൾ ഉണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ കുഞ്ഞാക്കോ നിങ്ങൾ ഞാൻ അറിയോ ചോദിച്ചു. അപ്പോ ഞാന് സത്യം പറഞ്ഞാല് ഒരു 10-15 വയസ്സായ പെൺകുട്ടിയാണ്. ഞാൻ നോക്കുമ്പോ അന്തം വിട്ടു. റബ്ബേ ഇത് ആരച്ച മനസ്സിലായി. അപ്പൊ വാർഡില് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നല്ലോ പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയുടെ ചെറിയും കൂടി കയ്യും കൂടി കണ്ട് ഇവിടെ സെയിം അസുഖം ഇതാ കണ്ടു. എന്നിട്ട് ഇവിടെ കുട്ടിയുടെ കയ്യിൽ ബലൂണാണ്. ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചാൽ വേണ്ടി കൊടുത്തത്. എന്റെ അവസ്ഥ എങ്ങനെ ജസി താത്താക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പറഞ്ഞു. ആ കുട്ടീനെ ഞങ്ങൾ കണ്ണിൽ കണ്ടത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് അറിയില്ലല്ലോ ഏതാണ്. ചിലപ്പോ ആ കുട്ടിയൊക്കെ ഈ വീഡിയോ ചിലപ്പോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെയാണ് ആ കുട്ടി എന്താണെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് പേടിയുള്ളത് അല്ലേ. ഇപ്പൊ തലവേദനിച്ച് നോക്കുമ്പോ ചിലപ്പോ റിച്ച് വന്നാണ്ട് അറിയും ഇങ്ങനത്തെ തപ്പ അങ്ങനെ നോക്കിയിരിക്കണ ആശുപത്രിക്ക് എടുത്ത് കൊണ്ടുവരാം. മിഞ്ഞാന്നും അതിൻ്റെന്നും ഇവിടെ കിടക്കുന്നു. അപ്പൊ മാമ ഉണ്ട്. മാമ പറഞ്ഞാൽ ഇപ്പൊ അനെക്കൊണ്ട് നമ്മള് 2ാമത് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോ മാമ നമുക്ക് നല്ലൊരു സഹായമാണ്. സഹായം പറഞ്ഞാൽ ഞങ്ങളെ കുട്ടികളതാണെങ്കിലും ശരി, പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും മാമ ഇവൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞാൽ മാമ വണ്ടി വരും. വണ്ടി വന്നാണ്ട് ഇവളെ പിന്നെ തലമേ എന്താ കേട്ടത്
ഐസ് നല്ല തലവേദന ഉള്ള ടൈമിൽ അതൊക്കെ ചെയ്തു തരും മാമ. ഐസ് നനച്ചിട്ട് തുണി നനച്ചിട്ട് വെച്ച് തരും. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇടക്കിടക്ക് എനിക്ക് പ്രഷർ ലോ ആവും. നമ്മളെ ശരീരം പറ്റങ്ങട്ട് തണുക്കാണ്. തണുത്ത് പിന്നെ നമ്മള് ചൂടാക്കി കൊടുക്കണം. ഒരതി എങ്ങനെ പിന്നെ നാരങ്ങ വെള്ളം ഉപ്പിട്ടൊക്കെ കുടിച്ചിട്ട് അങ്ങനെയൊക്കെ കൊണ്ട് ലെവലാവാണ് ചെയ്യാ. അതിനൊക്കെ മാമ വന്നിട്ട് ചെയ്യാ. ശരിക്കും അങ്ങനെ ഒരാളും കൂടെ വന്നത് കൊണ്ട് ഒരാശ്വാസം. നെഗറ്റീവ് കേട്ടിരുന്നാലും ഇപ്പൊ അതിനൊരു ചില ആൾക്കാരറിയാം എന്റെ ഉമ്മ മരിച്ചാൽ നിൽക്കുന്നു എന്റെ അപ്പാനെ കൊണ്ട് പെണ്ണെട്ടിച്ചാന് കാരണം. ശരിക്ക് ഞമ്മക്ക് പിന്നെ എന്താണ് വാപ്പാനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചതിന് എന്താണ് എന്തായാലും തെറ്റെന്താ? അല്ല ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥയായിരുന്നു. ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ എണ്ണ ഇല്ലെങ്കിൽ നമ്മളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്. ആ ടൈമില് ആ വീട്ടിൽ ആരും ഇല്ല, ഇപ്പം ആശി മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പെണ്ണില്ലെങ്കിൽ ആ വീട് ഉറങ്ങിയില്ലേ. വീട് ക്ലീൻ ചെയ്യാനും ഫുഡ് ഉണ്ടാക്കാനും ഒന്നും ആളില്ല. ഇനി ഇതിനൊക്കെ ആളുണ്ടെങ്കിലും ഇപ്പൊ ഒറ്റപ്പെട്ടിട്ടാവും. ഇതിനൊക്കെ വേറെ ആളുണ്ട് എന്ന് വെച്ചാലും ഇപ്പൊ ഒറ്റപ്പെട്ടിട്ടാവും. നമുക്ക് ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ സംസാരിക്കണമെങ്കിലൊക്കെ നമ്മളെ ആളെന്നെ വേണമല്ലോ. എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഈ ഒരു കാരണം ഒരു ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞ് അത് വൈഫിനോട് അത് എങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുവന്ന് ലാസ്റ്റ് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. എന്നിട്ടും സ്റ്റിൽ ഇപ്പൊ വരെ ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. എന്നിട്ടും കൂടെ നിൽക്കുന്ന ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ഉണ്ടായത് വലിയൊരു കാര്യമാണ്. ഇതൊക്കെ എന്താ പറയാനുള്ളത്? ശരിക്കും കുഞ്ഞാനല്ലെങ്കിൽ ഞാൻ തളരും. പക്ഷെ വേറൊരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യം തരുന്നോണ്ടാണ് ഞാനൊരു നെവർ മൈൻഡ് ആക്കിയിട്ടാണ് വിടുന്നത്. അല്ല ഇവള് പറയും ഞാൻ മരിച്ചാനേക്കണ് ഇങ്ങനെ ഇവള് പറയുമ്പോഴും ഞാൻ പറയലെന്താ അറിയോ, അന്നെ പടച്ചോൻ കൊണ്ടുപോകേ ഇവിടെ വേറെ കുടുംബിന്റെ ആയുസാണ് പോകൂല അറിയും. എപ്പോഴും മരണത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അങ്ങനെയല്ല. നമ്മള് നല്ല വേദനയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ തോന്നൂലേ ഇത് ലാസ്റ്റ് വേദനയാണോ അങ്ങനെയൊക്കെ തോന്നലുണ്ട് എനിക്ക്. പക്ഷെ അപ്പൊ കുഞ്ഞാൻ അങ്ങനെ ഇങ്ങനെ ഇനിയും കൊണ്ടേ പോവുള്ളൂ. ഞാൻ പോയാലും പോകൂല അറിയും, അങ്ങനെ ഞാൻ മരിച്ചാലും മരിച്ചൂല അറിയും. എന്നൊരു കെട്ടിപ്പിടിച്ച് കാരണം 15-ാം വയസ്സിൽ ഇഞ്ചപ്പം വന്നല്ലേ. ഇതുവരെ 16 വർഷം ഞാൻ ഇവിടെയാ. 15 വർഷമുള്ളൂ എന്റെ വീട്ടില്. ഇത്തടെ ഫാമിലി ഒക്കെ എങ്ങനെയാണ്? എന്റെ ഫാമിലി എനിക്ക് 3 അനിയന്മാര്, ഉമ്മ ഉപ്പ, ഒരു പെണ്ണ് മാത്രം ആണുള്ളത്. ആരതും കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒക്കെ എന്റെ താഴെയാണ്. വലിയ ആൾക്ക് 25 വയസ്സായി, അതിന് താഴെ 21 അതിന് താഴെ 18. ഇപ്പോഴും ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. ഇപ്പം സ്റ്റിൽ വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലൈഫിൽ ഇപ്പം ഈ കാണുന്ന സന്തോഷത്തിനേക്കാളും വലിയൊരു വേദന നിങ്ങൾ ഓൾറെഡി ഇല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ വീഡിയോയിൽ കാണുന്നതല്ല. ഞാൻ എപ്പോഴും പറഞ്ഞത് വീഡിയോയിൽ ഞങ്ങൾ ഒച്ചയും പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വണ്ടിയിൽ നിന്ന് നീച്ചൂല. അതൊന്ന് പിറ്റേന്ന് ഫുള്ള് കടത്താക്കാരം. ഇപ്പൊ അല്ലേ മിഞ്ഞാന്ന് കടന്ന ആള് മിഞ്ഞാന്നല്ല ഇരുട്ടിന്ന് കടന്ന ആള് മിഞ്ഞാന്നാ നീച്ചത്. മാമ വന്നുകാണ്ട് നോക്കും. നമ്മളും പിന്നെ വല്ലാതെ നമുക്ക് ഇത് ഇതല്ല, നമ്മള് സമാധാനപ്പെടുത്താനുള്ള വച്ചുള്ള നമ്മള് നോക്കുക. അപ്പൊ മാമ നല്ല കെയറിങ് ആണ് ഓളെ. മാമാക്ക് ഈ സുഖമില്ലാത്തോലെ നോക്കിയിട്ട് നല്ല പരിചയമുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടതെന്ന് മാമാക്ക് നല്ല ഐഡിയ. മാമയാണ് നോക്കല്. പിന്നെ എനിക്ക് എന്തുണ്ടെങ്കിലും പ്രഷർ കുറയുന്ന ടൈമിലാണെങ്കിലും തലവേദന വന്ന് കിടക്കുന്ന ടൈമിലൊക്കെ ചീത്ത അറിയും ആണ് മാമ. ഇപ്പൊ എല്ലാരും ചോദിച്ചും പിന്നെ എന്താ ഈ മാമാന്ന് വിളിച്ചത്, ഉമ്മാന്ന് വിളിച്ചുകൂടെ അറിയും. അത് ഞങ്ങളെ ഉമ്മാനെ ഞങ്ങൾ ഉമ്മാന്ന് വിളിച്ചിട്ടില്ല, ഞങ്ങൾ 3 വിളിച്ചിരുന്നത്. ഞങ്ങളെല്ലാവരും ഇമ്മൂന്നാണ് ഞങ്ങൾ ഉമ്മാനെ വിളിച്ചിരുന്നത്. അപ്പൊ ഞമ്മക്ക് മാമാന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ മാമയായി, ആ ഒരു ലെവലില് ഇതായി. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മാന്റെ മാതിരി തന്നെയാണ്. അല്ലാതെ പിന്നെ ഒരു ഉമ്മ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മളെ മാമ നമ്മളെ നോക്കണത്. കാരണം ഞമ്മക്കൊരു കുറവോ കാര്യങ്ങളോ ഒന്നും വ്യക്തിന്റെ എന്നാൽ ഞങ്ങൾ പോകുന്നത് ഞങ്ങളും കൊണ്ടുപോലുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ അടുത്ത് ഊട്ടി മൈസൂർ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി. അങ്ങനെ പോകും. ഞങ്ങള് ഒറ്റക്ക് പോണ ടൈമിലാണെങ്കിൽ കുട്ടികളെ മാമ നോക്കും. പിന്നെ ആൾക്കാർ പറഞ്ഞു എന്തിനാണ് ഇപ്പാനെ കൊണ്ട് ഇപ്പൊ തന്നെ പെണ്ണിട്ടിച്ച് ചോദിച്ചു. അപ്പൊ അതിനുള്ള മറുപടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനും ഇവളും ഇവിടെ ഉണ്ടാവൂല, ഞങ്ങൾ പുറത്താക്കാരം. അപ്പൊ ചിലപ്പോ ഇഞ്ച കുട്ടികളൊക്കെ ഇപ്പൊ നമ്മളൊപ്പം പോരും. പക്ഷെ ഇപ്പൊ അവിടെ ഒറ്റക്കാണ്. അൻസുണ്ട്, ഓനും ഒറ്റക്കാണ്. ഇപ്പൊ അൻസന്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ അൻസന്റെ ഇപ്പാന്റെ കാര്യം ഇപ്പൊ പെങ്ങള് പള്ളിയിലായി കണ്ടു വന്നിക്കണ്. ഓളൊക്കെ എന്താ നോക്കലേ അറിയോ? മാഷാ അല്ലാഹ്.
അങ്ങനത്തെ ഒന്നും കിട്ടാനുമാണ് ഒരു ഭാഗ്യം. അതെ, ശരിക്കും അങ്ങനെ ഒരു ചില രണ്ടാനമ്മ പ്രശ്നം മറ്റേത് മറിച്ച് അത് കേട്ടില്ല നമ്മള്. പക്ഷെ ഞമ്മക്കൊന്നും അതെന്താ തന്നെ അറിയില്ല. കാരണം അങ്ങനത്തെ ഒരു ഇത് ഭയങ്കര ലക്കിയാണ് എന്തുകൊണ്ടും ജെസ്സി. കാരണം ഇങ്ങനെ അങ്ങനെയല്ല കേട്ടോ, ഇക്ക ഈ ഒരു ബഹളം ഇതൊക്കെ മാത്രല്ല, ആളൊരു സാധുവാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഭയങ്കര എനിക്ക് എന്റെ കുഞ്ഞാൻ ആരെന്ത് പറയുന്നതും ഇഷ്ടമല്ല. കുഞ്ഞാൻ ചിലപ്പോ കുഞ്ഞാൻ ആരേലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാൻ മറക്കും, പക്ഷെ ഞാൻ മറക്കൂല. എനിക്ക് ഭയങ്കര വിഷമ, ഇന്നെ പറഞ്ഞേറെ വിഷമാണ് എനിക്ക് കുഞ്ഞാനെ പറയണത്. കണ്ടോ ഈ സ്നേഹം കണ്ടോ? അയ്യോ കരയുന്നു, കരഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, അതെ ശരിക്കും പറഞ്ഞാല് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കുഞ്ഞാന്റെ ഫ്രണ്ട്സുകളിൽ നിന്ന് തന്നെ ഒരു അവോയ്ഡ് ചെയ്യണത് കുഞ്ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കുഞ്ഞാൻ പെട്ടെന്ന് മറക്കും, ആരെന്ത് പറഞ്ഞാലും കുഞ്ഞാൻ പെട്ടെന്ന് മറക്കും. പക്ഷെ എനിക്കത് മറക്കാൻ കഴിയൂല, ഇന്നെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കത് മറക്കാൻ കഴിയൂല. അത് നോർമലി ഉള്ളതാണ്, കൂടെ നടന്ന് കാല് വരിക, അങ്ങനത്തെ അനുഭവം ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. കൂടെ നടന്നാണ്ട് കാല് വരുന്ന സ്വഭാവം ഒരുപാട് നമുക്ക് നമ്മൾ അനുഭവിച്ചതാണ്. ശരിക്കും കുഞ്ഞാൻ എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ കുഞ്ഞാന്റെ കൂടെ കുറച്ച് നിക്കണം. അതിപ്പോ ഈ ഒരു ഇന്റർവ്യൂല് കുറച്ച് ഇരുന്നപ്പോ തന്നെ മനസ്സിലായി. മുഖത്ത് നോക്കിട്ട് എന്താ വെച്ചാല് അത് ആ ടൈമില് പറയും, പക്ഷെ അത് അവിടെ കഴിയും. കണ്ടോ, നേരത്തെ നല്ലത് എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞല്ലോ പക്ഷെ എനിക്കത് ഞാൻ മറക്കൂല. ഞാൻ അങ്ങനെ എനിക്ക് ഇങ്ങോട്ട് വരട്ടെ, എല്ലാവരുടെ മുഖം ഓർമ്മയുണ്ട്. വേറെ കാര്യക്കാരല്ലേ ഏറ്റവും വേറെ കമന്റ് കുഞ്ഞാനും ചാടയാണ് മറ്റേതാണ് മറിച്ചതാണെന്നില്ല ഒരുപാട് ആൾക്കാർ, അഹങ്കാരിയാണെന്നുള്ളത് ഒരുപാട് ആൾക്കാർ പറയും. പക്ഷെ എന്തത്തെ അഹങ്കരിച്ചാ എന്തത്തെ വല്ലതും വാണ്ടേ? അഹങ്കരിച്ചാല് എന്തെങ്കിലും ഒരു വിലക്ക വാണ്ടേ? അഹങ്കരിച്ചാല് തീർക്കല്ല ഒരു നടനോ മറ്റേതോ ഒന്നുമല്ല. അത് പൊതുവെ അതെന്താ വെച്ചാല് കുഞ്ഞാന്റെ ഒരു ലുക്ക് കാണുമ്പോ കുറച്ച് അതാണ് ഒന്നാമത്. ഈ തുണി ഈ മീസ ഇങ്ങനെ തിരിച്ചാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് വീഡിയോയിലാണെങ്കിലും പിന്നെ അങ്ങോട്ട് ചെല്ലല്ലേ ഒന്നായിട്ട്. അപ്പൊ ആൾക്കാര് ആ ഒരു ലെവലിലാണ് ഇതാക്കുന്നത്. ആളൊരു പാവാണ് ഗൈസ്. എനിക്ക് പേഡ് പ്രൊമോഷൻ ഒന്നും അല്ല, പക്ഷെ എനിക്ക് തോന്നിയതുള്ള കാര്യം ഞാൻ പറയണം. ഭയങ്കര എന്തും പറയും എന്നുള്ളത് കണ്ടോ, ഉള്ളിലെ സ്നേഹം ഇപ്പൊ ഞാൻ വന്നപ്പോ കുറച്ചൊക്കെ പുറത്ത് അല്ല സ്നേഹത്തിന്റെ കാര്യത്തില് നമുക്ക് ഞാൻ എന്നോട് എപ്പോഴും പറയാ ഡയലോഗ് എന്താ അറിയോ, സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കല്ലേ എന്നറിയാ. സത്യം അല്ല ഞാൻ പറയും ഇങ്ങനെ സ്നേഹിച്ചാണ്ട് ഇങ്ങോട്ട് വെറുപ്പിച്ചല്ലേ. അത് ഇച്ചൊന്നും ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ 5 ലെവലിൽ അങ്ങനെ പോകും. ഈ ഒരു ഭർത്താവത്തിനാ പറയുന്നത് സ്നേഹം കൂടുതലുള്ളതല്ലേ. ചില സ്നേഹം കിട്ടും ഇങ്ങോട്ടും ഒന്നായിക്കോട്ട് ഒളിച്ചാണ്. ഇങ്ങനെ ഊഹിച്ച് എടുക്കുന്നുണ്ട്. എല്ലാ കഥകളും ഞാൻ പറയാടി. ഇന്നെ കുറിച്ച് നിങ്ങൾ എന്ത് പറയാൻ കുഴപ്പമില്ല, ഇന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാ? കഥകളൊക്കെ പറയൂട്ടോ, അതുകൊണ്ട് വെറുതെ ഒന്നും പറയാനല്ലേ, മാക്സിമം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഇപ്പം വേറൊരു ഇൻകം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ യൂട്യൂബിൽ നിന്നാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത്. എത്ര നാളായി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്? 4 കൊല്ലായിട്ടുള്ളൂ. 4 വർഷമായിട്ടുണ്ട്. നമുക്ക് ഇൻകം വരണമെങ്കിൽ 3.5 കൊല്ലൊക്കെ ആയിട്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വണ്ടി ഏറ്റവും കൂടുതൽ നമ്മള് ഈ യാത്രകളല്ലേ, ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നട്ടോട്ട് കൂടാണ്. അവിടെ ഒരു കണ്ടന്റ് കിട്ടട്ടെ, വണ്ടി എടുത്തുകൊണ്ട് എണ്ണ അടിച്ച് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും 2 കണ്ടന്റിലും കിട്ടട്ടെ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ പോണത്. അതുപോലെ എനിക്ക് തടി അളിയാണ്ട് പണിയെടുത്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ കുറെ ഇതാണ്. അങ്ങനെ എന്തെങ്കിലും പണി ഇപ്പൊ ഞാൻ ഇഞ്ചൊരു പണി എങ്ങാണ്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇപ്പൊ ഇഞ്ച പണി ഇതാണ്, നിങ്ങളെ പണി ഇപ്പൊ തന്നെ ഇഞ്ച പണി ഇതാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഓരോ കണ്ടന്റ് കാര്യങ്ങൾ പിന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതിന് ആൾക്കാർ ഒരുപാട് ഇപ്പൊ ഞാൻ ഇവര് പറയും നാട്ടുകാർക്ക് ഉപകാരമുള്ള വീഡിയോ ചെയ്യാതെ കയറി 2 വീട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഈ ഫേസ്ബുക്ക് കൂടി പോരെ. ഈ ഒരു പേജില് ഒരുപാട് വൃദ്ധസദനത്തിക്ക് ലക്ഷങ്ങൾ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇഞ്ച പൈസ അല്ല, ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ കൂടി ഒരുപാട് മദ്രസകൾ, ഒരുപാട് പിന്നെ പാവപ്പെട്ട രോഗികൾക്കും വേണ്ടിയാണ്ടൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിരിക്കണം.
അതൊക്കെ ഓരോ അക്കൗണ്ട് കയറി. നമ്മളൊരു വീഡിയോ ചെയ്ത് പിന്നെ ഒരു ചോദിച്ചപ്പോൾ എത്ര 20 ലക്ഷം വന്ന് 25 ലക്ഷം വന്ന് എന്നൊക്കെ പറയുമ്പോ ഞമ്മളെ കൊണ്ടല്ലേ കിട്ടിയത്. ഇപ്പൊ ഈ തെറി എഴുതണോന് പിന്നെ ഓന് ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് കണ്ടുകൂടാൻ കജൂല. ഞാനിവിടെ കൊറേ മലപ്പുറം ഭാഷ പഠിച്ചിരിക്കുന്നു. അയ്യോ എനിക്ക് കൊറേ കഴിഞ്ഞിട്ട് എനിക്ക് മറക്കുവോ ഇക്ക പറയുന്നതൊക്കെ ഞാൻ പറയും. ചിലവ് കയറി വരുന്നു ചാന്തുപൊട്ടില് ദിലീപ് അങ്ങനെ പോലെ ചാന്തുപൊട്ട് കഴിഞ്ഞിട്ട് ദിലീപ് ഇന്റർവ്യൂല് പറഞ്ഞിട്ട് പിന്നെ മാറ്റം വരണമെങ്കിൽ കൊറേ ടൈം എടുത്തു. പക്ഷെ എനിക്കിഷ്ടം, എനിക്ക് നിങ്ങളുടെ എനിക്കിഷ്ടം. അപ്പോ ഇങ്ങനെ തന്നെ സ്നേഹിച്ച് വീർപ്പുമുട്ടിച്ച് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാ. ഇത്ത നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റട്ടെ. ട്രീറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് എടുക്കുക. ഏതായാലും നമ്മളെ സബ്സ്ക്രൈബ് നല്ല വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പ്രാർത്ഥനകളാണ്. ആരെ പ്രാർത്ഥനയാണ് ഫലം ചെയ്യാന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മള് പറയും ഇതൊക്കെ നിങ്ങള് ചിലപ്പോ ബലടിയിൽ നാടകത്തിലാണ് ഇതൊക്കെ പറയണ രോഗവും കാര്യങ്ങളൊന്നും. അതൊന്നുമല്ല. നാളെ ഞങ്ങള് പോണത് കോയമ്പത്തൂരാണ്. കാരണം ഞാൻ എവിടെ പോകണ്ടേലും ഞാൻ ആ സ്റ്റോറിയും കാര്യങ്ങളും ഇന്ന ഡോക്ടറെ കണ്ട് അങ്കമാലി പോയി അവിടുത്തെ ഡോക്ടറെ വീഡിയോ ഇട്ട് അതേപോലെ പിന്നെ വേറെ ഡോക്ടറെ പോയി അവിടുത്തെ വീഡിയോ ഇട്ട് പക്ഷെ ഇതൊക്കെ ഇടുമ്പോ എന്താ പറയുക ഒരുപാട് ഇത്ര പേഷ്യന്റിനെ ഞങ്ങക്ക് വിളിക്കലേ അറിയോ. നിങ്ങളെ അസുഖം എവിടുന്ന് ഞാൻ ചികിത്സ ഇപ്പൊ നടത്തുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ സുഖം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോളുകൾ എനിക്ക് വരലുണ്ട്. അപ്പൊ അത് ഒരു നമ്മൾ ചെയ്യണത് ഒരു ഉപകാരല്ലേ. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ അറിയിച്ചു നമ്മളിപ്പോ വീഡിയോ ചെയ്യാണ്. നമ്മളിപ്പോ വീഡിയോയിൽ എന്താ നമ്മളെ പറയണത്, ഇതാ ഞങ്ങൾ ഇന്ന് ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ ഞാനും ജെസ്സി ഇപ്പൊ പോവാണ്, ഞങ്ങള് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയാണ്, ജെസ്സിന്റെ രോഗസംബന്ധമായ കാര്യങ്ങൾക്ക് വന്നതാണ് അറിയും. അപ്പൊ ഇതൊരു റീച്ചിനും വേണ്ടിയാണല്ലേ. ഇതേപോലെ അനുഭവിക്കണ ഒരുപാട് ക്യാൻസർ പേഷ്യന്റ്, ബ്രെയിൻ ട്യൂമർ പേഷ്യന്റ് ഒരുപാടുണ്ട്. ഇവർക്കൊക്കെ ഇതൊരു ഉപകാരമാവുകയാണ്. പിന്നെ എത്ര ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാനെ എൻ്റെ വീഡിയോ കാണുമ്പോൾ അഞ്ച പെണ്ണുങ്ങും കുറച്ച് ധൈര്യം വന്നിക്കണം കേട്ടോ, ഓള് ഇതേമാതിരി ഈ രോഗിയാണ്. അതായത് ചെറിയ രോഗമുള്ളവരൊക്കെ ടെൻഷൻ അടിച്ചുമ്പോ ഇജ് ഇത്രയും വലിയ രോഗം വെച്ചാണ്ട് എങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കാൻ കഴിച്ചണം എനിക്ക് പറയും. അതാ ഇപ്പൊ പറഞ്ഞേ, ചിരിച്ച് കളിച്ച് നന്നായിട്ട് നടക്കാൻ പറ്റട്ടെ. നമ്മളെ വേദനയും കാര്യങ്ങളും നമ്മളെ മനസ്സിൽ അത് പുറത്തായിട്ട് ഞാൻ ഇങ്ങനെ സങ്കടത്തിലാണ് നിങ്ങൾ ഇതാക്കി അങ്ങനെ പറയണ്ട നമുക്ക് ആവശ്യമില്ലല്ലോ. അതെ, ഞാനിപ്പൊ പറയുന്നത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരു എന്താ പറയാ സ്വീറ്റ് കപ്പിളായിട്ട് മുന്നോട്ട് പോകാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം കേട്ടോ. ഇങ്ങനെ വീർപ്പ് മുട്ടിച്ച് ഉഷാറാണ്. അപ്പൊ അങ്ങനെ ഉഷാറാവട്ടെ, എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.